നെറ്റ്വർക്കിംഗ് എനിക്ക് പറ്റിയ പരിപാടിയേ അല്ല. ഈ ആൾക്കാരുടെ അടുത്ത് പോകണം, ജോലി ചോദിക്കണം, ഇതൊന്നും അത്ര എളുപ്പമല്ല. അതൊന്നും എനിക്ക് പറ്റിയേയില്ല. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരിക്കും. എവിടെ നമ്മൾ ലിങ്ക്ഡിൻ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കിയാൽ കരിയർ കോച്ചസിൻ്റെ എല്ലാം റെക്കമെൻഡേഷൻസ് ഒക്കെ നമുക്ക് കാണാം. ആക്റ്റീവ് ജോബ് സീക്കിംഗ് ഇൻവോൾവ്സ് നെറ്റ്വർക്കിംഗ്. എസ്പെഷ്യലി ഇഫ് യു ആൻ ഇൻട്രോവേർട്ട്, നിങ്ങൾ വളരെ പാടായിട്ടായിരിക്കും ആ ഒരു അഡ്വൈസിനെ കാണുന്നത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അത് ശരിക്കും എന്തുകൊണ്ടാണ്? മെയിൻ ആയിട്ടുള്ള കാര്യം, നെറ്റ്വർക്കിംഗ് എന്ന കൺസെപ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി ശരിയായില്ല എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ഇൻട്രോവേർട്ട് സ്റ്റൈൽ ഓഫ് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്, എന്നാൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലി നെറ്റ്വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നെറ്റ്വർക്കിംഗ് എന്താണ്? ശരിക്കും നെറ്റ്വർക്കിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നെറ്റ്വർക്കിങ്ങിൽ ഇൻട്രോവേർട്ട്സ് മേക്ക് ചെയ്യുന്ന 5 വലിയ മിസ്റ്റേക്സ് എന്തൊക്കെ, അതെങ്ങനെ ഫിക്സ് ചെയ്യാം, പിന്നെ ആസ് എൻ ഇൻട്രോവേർട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്ത്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജിക്കലി നെറ്റ്വർക്ക് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. അപ്പം ഏതാണ്ട് 100-ൽ പരം മിഡ് കരിയർ പ്രൊഫഷണൽസ് അക്രോസ് ദ ഗ്ലോബ് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ എനിക്ക് കിട്ടിയ കുറേ ഇൻസൈറ്റ്സും കൂടെ കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ ആണിത്. സോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എന്താണ് നെറ്റ്വർക്കിംഗ്? നെറ്റ്വർക്കിംഗ് ഈസ് നോട്ട് അബൌട്ട് അറ്റൻഡിങ് ബിഗ് ഇവൻറ്റ്സ് ആൻഡ് ആസ്കിങ് ഫോർ ജോബ് റെഫറൻസ്. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ബിഗ് ഇവൻറ്റ്സിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് സിഇഒയോടോ അല്ലെങ്കിൽ ഒരു ഹയറിംഗ് ഡിസിഷൻ എടുക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്തോ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു റെഫറൽ ചോദിക്കുക, അല്ലെങ്കിൽ ജോലി ചോദിക്കുക, ഈ ഒരു പ്രോസസ്സാണ് നെറ്റ്വർക്കിംഗ് എന്നാണ്. സോ ഇത് നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സോ, അല്ലെങ്കിൽ കുറേ കോണ്ടാക്ട്സ് കളക്ട് ചെയ്ത് വെക്കുന്നതോ, അവിടുത്തെ എന്ന് വെറുതെ ഇങ്ങനെ ജോലി ചോദിക്കുന്നോ, നമ്മളെ ഓർത്തേക്കണം എന്ന് പറയുന്നു, അങ്ങനത്തെ ഒരു ചെറിയ സിമ്പിൾ പ്രോസസ്സ് അല്ല നെറ്റ്വർക്കിംഗ്. അതിനും അപ്പുറം ഒരുപാട് മാനങ്ങളുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് പ്രോസസ്. ആക്ച്വലി നെറ്റ്വർക്കിംഗ് ഈസ് ബിൽഡിംഗ് റിയൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ സോ ദാറ്റ് ഓവർ ടൈം യു ക്യാൻ എക്സ്ചേഞ്ച് ഹെൽപ്പ്, ഇൻഫർമേഷൻ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സപ്പോർട്ട്. അത്തരം മ്യൂച്വലായിട്ട് കൊടുത്തും വാങ്ങിയും ഇൻഫർമേഷൻസ്, സപ്പോർട്ട്, കെയർ, ഹെൽപ്പ് ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ലോങ് ടേം പ്രോസസ്സിൻ്റെ പേരാണ് നെറ്റ്വർക്കിംഗ്. വൺ ടൈം ഇവൻറ്റിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ജോലി തരാമോ എന്ന് മാത്രം ചോദിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നെറ്റ്വർക്കിങ്ങിനെ കാണുന്നിടത്താണ് ഇൻട്രോവേർട്ട്സ് നെറ്റ്വർക്കിങ്ങിനെ പേടിക്കേണ്ടത്. ഇനി നെറ്റ്വർക്കിങ്ങിൽ ഇൻട്രോവേർട്ട്സ് വരുത്തുന്ന ബിഗ് 5 മിസ്റ്റേക്സ് എന്തൊക്കെ, അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, അവോയ്ഡിങ് നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ്ലി. നെറ്റ്വർക്കിംഗ് എന്നുള്ള പരിപാടി തന്നെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യാം. എനിക്ക് സോഷ്യൽ ഇവൻറ്റ്സിന് പോകാൻ പറ്റില്ല, ഒത്തിരി ആൾക്കാർ വരും, ഞാൻ ഭയങ്കര ഡ്രെയിൻഡ് ആവും, എനിക്ക് ഇങ്ങനത്തെ ഒരു വലിയ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് എന്ത് പറയണം, എങ്ങനെ ഇടപെടണം എന്നറിയില്ല എന്നൊരു പേടിയിൽ ആ ഇവൻറ്റ്സ് തന്നെ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ വരുത്തുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഒരു ഫേമസ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡിയുണ്ട് ബൈ ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി. അവിടെ നടത്തിയ സ്റ്റഡിയുടെ റിസൾട്ട് ഇങ്ങനെയാണ്: ഇൻട്രോവേർട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആയിരുന്നു അവരൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്ന്. അതായത് നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്കത് എത്രത്തോളം, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഇറിറ്റേഷൻസ് വരും, പക്ഷേ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ്റെ അത്രയും ഒരിക്കലും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നില്ല. പകരം ബെറ്ററായിട്ടുള്ള ഒരുപാട് ചാൻസസ് നിങ്ങളെ തേടി എത്താനും സാധ്യതയുണ്ട്. അതായത് എനിക്കിത് പറ്റുകയില്ല, ഇതെനിക്ക് വരികയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് ഇവൻറ്റ്സ്, വർക്ക്ഷോപ്പ്, മീറ്റിങ്സ് ഇതൊക്കെ പുഷ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവസരങ്ങളാണ് നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നത്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഇൻട്രോവേർട്ട് യൂസ് ടു മേക്ക് ഇസ് ദേ ട്രൈ ടു ഡു സ്മോൾ ടോക്ക്. ഇപ്പം എങ്ങനെയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, നല്ല വെയിലുണ്ടോ, നിങ്ങൾ ഈ ഇന്നലത്തെ മാച്ച് കണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്മോൾ ചാറ്റ്സ് നടത്തിയിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ഇൻട്രോവേർട്ട്സ് വിചാരിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. കാരണം ഇൻറ്റൻഷണലി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും പൊതുവെ ഇൻട്രോവേർട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സ്മോൾ ചാറ്റ്സ് നടത്തി കഴിഞ്ഞാൽ, ഇത് നടത്തിയാൽ തന്നെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിളിച്ച് ചോദിക്കും, ഇവിടെ എങ്ങനെയുണ്ട്, നല്ല വെയിലല്ലേ, നല്ല വെയിൽ, പിന്നെ അവിടെ സ്റ്റക്കായി, നമുക്ക് ആ കോൺവെർസേഷനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയത്തുമില്ല. ശരിക്കും നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്, നിങ്ങളുടെ സ്കില്ല് കിടക്കുന്ന ശരിക്കും ലിസണിങ്ങിലാണ്. സോ നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ സംസാരിക്കുക,
ബി എ ഗുഡ് ലിസണർ. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ലെറ്റ് അതേഴ്സ് സ്പീക്ക്, ലിസൺ മോർ ആൻഡ് ദെൻ ആസ്ക് ക്യൂരിയസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജെനുവിനായിട്ട് ക്യൂരിയസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി മിസ്റ്റേക്ക് നമ്പർ 3 എന്നത് ഓക്കെ, ഒരു ഇവൻറ്റിന് പോവാം അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിനുമൊക്കെ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് മിണ്ടണം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. വി ആർ വെയിറ്റിംഗ് അതേഴ്സ് ടു കം ടു അസ് ആൻഡ് ടോക്ക്. നമുക്ക് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിൽ കുറേ തോട്ട്സ് ഇങ്ങനെ പോകും. എന്തായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ ഇപ്പം മിണ്ടി അവർക്ക് ഇഷ്ടപ്പെടും, അവർക്കിപ്പം മിണ്ടാൻ പറ്റുന്ന ഒരു ഇതാണ്, അത് ഓക്വേർഡായി പോകും, അപ്പടി ഒരു ഞാൻ എന്ത് പറയും, എങ്ങനെ പറയും, എല്ലാവരും ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അപ്പം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഗോൾ വെക്കുക. മേ ബി ലൈക്ക് നിങ്ങളൊരു അടുത്തൊരു റിസപ്ഷന് പോകുന്നുണ്ട്, ഒരു ഇവൻറ്റിന് പോകുന്നുണ്ട്, ഒരു വർക്ക്ഷോപ്പിന് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരാളുമായിട്ട് ഞാനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക ഒരു ഗോൾ വെക്കുക. അങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുക. ജസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്നിടത്ത് നമ്മൾ പാളിപ്പോവും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി ഒറ്റയ്ക്ക് ആരോടും മിണ്ടാതെയൊക്കെ ഇരിക്കേണ്ടി വരും. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഒരു കാര്യം നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഇൻട്രോവേർട്സ് വരുത്തുന്ന 4ാമത്തെ വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ദേ ട്രൈ ടു ആക്ട് ലൈക്ക് എക്സ്ട്രോവേർട്സ്. ലൈക്ക് ഭയങ്കരമായിട്ട് എനർജി ഉള്ളതുപോലെയൊക്കെ ഫേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര ലൗഡായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റി മറ്റാരോ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. ശരിക്കും നമ്മളൊരു കാമായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ബി ലൈക്ക് ദാറ്റ്. അതല്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ ആക്ഷൻസും നമ്മളെയും ഡ്രെയിൻ ചെയ്യും, പിന്നെ കാണുന്നവർക്കും അത് ഫേക്കായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും ഇൻട്രോവേർട്സിന് റിയലായിട്ടുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ബി യുവർ സെൽഫ്. ഇനി ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ നെറ്റ്വർക്കിംഗ് വരുത്തുന്ന 5ാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ദേ ഫോർഗെറ്റ് ടു ഫോളോ അപ്പ് എന്നുള്ള പരിപാടിയില്ല അവർക്ക്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? കണ്ടു, മിണ്ടി പോയി, പിന്നെ ആ പരിസരത്തോട്ട് നോക്കുന്നേ ഇല്ല. എന്താ സംഭവിക്കുന്ന? കണക്ഷൻ പെട്ടെന്ന് തന്നെ ഡൈ ആയി പോവും. അപ്പോൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു റിയൽ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലെ മസ്റ്റ് ഹാവ് പ്രോസസ്സാണ്. ഇനി നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രാറ്റജിക്കലി നെറ്റ്വർക്കിംഗ് ചെയ്യാം? 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ലോ പ്രഷർ കണക്ഷൻസ് ആണ് ഓൺലൈനിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആക്ച്വലി വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത്, ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് നെറ്റ്വർക്കിംഗ് ചെയ്തേ മതിയാവുള്ളൂ. പക്ഷേ എനിക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ, ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാനോ ഒന്നുമുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് ടു ബിൽഡ് മൈ കണക്ഷൻസ് ഓൺലൈൻ. അതുകൊണ്ട് ലിങ്ക്ഡിനിൽ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കിപ്പം കണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്ന് തന്നെയില്ല ലിങ്ക്ഡിനിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ. റാൻഡമായിട്ട് നിങ്ങളുടെ ഏരിയയിൽ, ഇൻഡസ്ട്രിയിൽ എഴുതുന്ന ആൾക്കാർക്ക് കമൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി 2ാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, സംസാരിക്കുന്നതിലും എഴുതുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ജോബ് സെർച്ച് മെറ്റീരിയൽസിനെ റിഫൈൻ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഹയറിംഗ് മാനേജർക്ക് ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് റാൻഡമായിട്ട് ഒരു ChatGPT ഉപയോഗിച്ച് നിങ്ങൾ എഴുതുന്ന ഒരു മെസ്സേജിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇംപ്രൊവൈസ് ചെയ്യുക. ടിപ്പെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സ്മോൾ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ്. നമുക്ക് വലിയ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ ശ്വാസം മുട്ടും. പക്ഷെ നമുക്ക് ചെറിയ 1-to-1 കോഫി മീറ്റിങ്സ്, ചെറിയ ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഓക്കെയാണ്. അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ തപ്പി കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഇവൻബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഇവൻബ്രൈറ്റിൽ നമ്മുടെ അവിടെ നടക്കുന്ന ഇവൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സിന് പോവുക. അതല്ലെങ്കിൽ ഓരോരുത്തരെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനത്തെ 1-to-1 സ്മോൾ ഇൻട്രാക്ഷൻസ് നടത്തുക. ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ സ്മോൾ ഇൻട്രാക്ഷൻസ് ഞാൻ മന്ത്ലി ഒരു 2 എണ്ണമെങ്കിലും നടത്തും. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് പർപ്പസ്ഫുള്ളി, ഇൻറ്റൻഷനലി നെറ്റ്വർക്കിങ്ങിന് ശ്രമിക്കുക. ഇനി 3ാമത്തെ ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഇതിലെങ്ങനെ ഈ ഒരു കോൺവെർസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. 4ാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ബ്രിങ് എ നെറ്റ്വർക്കിംഗ് ബഡി. നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് ഉണ്ടാവും. അതായത് ഏത് ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് ഇറക്കി വിട്ടാലും 1000 ഫ്രണ്ട്സിനെയായിട്ട് തിരിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കാണും അല്ലേ? അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് ബഡീസിനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഉള്ളവരുടെ കൂടെ പോവുക. അപ്പം ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈം ആ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. സ്ലോലി അവരുടെ കൂട്ടത്തിൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യും. ഇനി അടുത്തെന്ന് പറയുന്നത് ഫോളോ അപ്പ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിൻ്റെ നമ്മൾക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്.
ഇത് മിനിമൽ എഫേർട്ട് വെച്ച് ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് കോൺവെർസേഷൻസ് എയിം ചെയ്യാതെ ക്യുക്ക് മെസ്സേജസ് പ്ലാൻ ചെയ്യുക. അത് വൺസ് ഇൻ എ മന്ത് ഇവർക്ക് ജസ്റ്റ് ഒരു റാൻഡം മെസ്സേജ് അയയ്ക്കുക, അവരുടെ ബർത്ത്ഡേ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു അവസരങ്ങൾ വരിക. ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് യു ആൻഡ് തോട്ട് ഓഫ് സെൻഡിങ് യു ദിസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര ഹെവി അല്ലാത്ത രീതിയിൽ ഫോളോ അപ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, നെറ്റ്വർക്കിങ്ങിനെ ഒരു പെർഫോമൻസ് ആയിട്ട് കാണാതിരിക്കുക. അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡേയും മൈൻഡ് സെറ്റോടെയും കാണുക എന്നുള്ളതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളിതിനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്തൊക്കെയോ പറയണം, ഇത് ഒരു പെർഫോമൻസ് പോലെ അത്ര ഹെവി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാവും. നെറ്റ്വർക്കിങ്ങിൽ ശരിക്കും നമ്മൾ എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ ഇതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇറ്റ് വിൽ കം ടു യു. ഇറ്റ്സ് വെരി ഈസി. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോക്കസ് മോർ ഇൻ റൈറ്റിംഗ്. സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യുക. ഇപ്പം ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി ആൾക്കാർക്ക് DM ചെയ്യാനും കോൺവെർസേഷൻസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആസ് ആൻ ഇൻട്രോവേർട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയാണ് ഏറ്റവും നന്നായിട്ട് എക്സൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാത്ത് തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം. വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജോബ് സെർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒപ്പം ഈ വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങളറിയുന്ന ഒരു ഇൻട്രോവേർട്ടിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.